അപ്പോൾ ഇന്ന് നമ്മൾ പരാഫീലിക് ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ ടോപ്പിക്ക്, അതായത് എനിക്ക് തോന്നുന്നു നിങ്ങൾക്കിത് പുതിയതായിരിക്കാം. പരാഫീലിയാസ് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ല. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ട് കേൾക്കുന്ന കാര്യമായിരിക്കാം. എന്നാൽ നമ്മളെ നാട്ടിൻപുറത്തൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ കണ്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഇതൊരു ഡിസോർഡർ ആണെന്ന് നമ്മൾ അറിയുന്നത് ചിലപ്പോൾ ഈ ഒരു ക്ലാസ് കഴിയുമ്പോഴായിരിക്കും. ഓക്കെ. അപ്പോൾ പരാഫീലിയാസ് എന്ന് പറയുന്നത് ആ ഒരു ടേം വെച്ചിട്ട് തുടങ്ങാം. പാര എന്ന് വെച്ചാൽ അബ്നോർമൽ എന്നും ഫീലിയ എന്ന് വെച്ചാൽ അട്രാക്ഷൻ എന്നുമാണ് അർത്ഥം. അപ്പോൾ അബ്നോർമൽ ആയിട്ടുള്ള അട്രാക്ഷൻസ്. അപ്പോൾ ഇത് സെക്ഷൽ ഡിസോർഡേഴ്സിൽ പലതരത്തിലുള്ള ഡിസോർഡേഴ്സ് പഠിക്കാനുണ്ട്. അപ്പോൾ അതിലൊരു ടൈപ്പാണ് പാരാഫീലിയാസ്. ഈ പാരാഫീലിയനെ തന്നെയാണ് നമ്മൾ സെക്ഷൽ ഡീവിയേഷൻ ഡിസോർഡർ എന്ന് പറയുന്നത്. അതായത് ലൈംഗിക വൈകൃതങ്ങൾ. ഒരു ടേം പോലെ തന്നെ അബ്നോർമൽ ആയിട്ടുള്ള അട്രാക്ഷൻസ്, സെക്ഷൽ അട്രാക്ഷൻസ്, നമ്മൾ സാധാരണയിൽ കവിഞ്ഞ് എന്തെങ്കിലും ഒരു വസ്തുവിനോടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോടോ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനോടോ ഒക്കെ ഒരു നോർമൽ അല്ലാത്ത രീതിയിലുള്ള അട്രാക്ഷൻസ് ഉണ്ടാവുന്നു, ലൈംഗിക താല്പര്യങ്ങൾ ഉണ്ടാവുന്നു. അതിനെയാണ് പാരാഫീലിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മളിൽ തുടർച്ചയായിട്ട് നീണ്ടു നിൽക്കുന്നതാവും, പേഴ്സിസ്റ്റൻ്റ് ആയിട്ടുള്ള സെക്ഷൽ ഇൻട്രസ്റ്റുകളാണ്. ഇപ്പോൾ ഒരു പ്രാവശ്യം നമുക്ക് അത്തരം ഒരു ബിഹേവിയർ കാണിച്ചു എന്ന് വിചാരിച്ചിട്ട് അത് ഡിസോർഡർ ആവില്ല, നീണ്ടു നിൽക്കുന്നതാണ്. കുറച്ച് കാലങ്ങളിലേക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത്തരം ബിഹേവിയേഴ്സ് കാണിക്കുന്നുണ്ടാവണം. ആരോ ഒന്ന് റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഒരു മിനിറ്റ്. ഓക്കെ. അപ്പോൾ ഇത്തരം സെക്ഷൽ ഡീവിയേഷൻസ് അല്ലെങ്കിൽ പാരാഫീലിയാസ് എന്ന് പറയുന്നത് തുടർച്ചയായിട്ട് നമ്മളിൽ നീണ്ടു നിൽക്കുന്ന സെക്ഷൽ ബിഹേവിയേഴ്സാണ്, ലൈംഗിക താല്പര്യങ്ങളാണ്. അത് നോർമൽ ആയിരിക്കില്ല, കുറച്ച് കാലങ്ങളിലേക്ക് നീണ്ടു നിൽക്കും. അമിതമായിട്ടുള്ള നമ്മൾക്ക് ആ ഒരു കൺട്രോൾ ഉണ്ടാവില്ല. ചിലപ്പോൾ ചില വസ്തുക്കളോടാവാം, ചില മനുഷ്യരോടാവാം, അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസിലാവാം. അപ്പോൾ അത് നമ്മളെ ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്നതും കൂടെ ആവണം. ആ ഒരു ഇൻഡിവിജ്വലിൻ്റെ ലൈഫിനെ മൊത്തത്തിൽ, അവരെ പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും സോഷ്യൽ ലൈഫിലും 3 ഏരിയാസിലും അതൊരു ഇമ്പയർമെൻറ്റ് ഉണ്ടാക്കിയിരിക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിലാണ് നമ്മൾ പാരാഫീലിയ ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു ഡിസോർഡർ, സെക്ഷൽ ഡീവിയേഷൻ ഡിസോർഡർ ആയിട്ട് പറയാം. അപ്പോൾ നമ്മൾ DSM ICD ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മാനുവൽ പ്രകാരം DSM-5 പ്രകാരം നമ്മൾ സെക്ഷൽ ബിഹേവിയേഴ്സ് പാരാഫീലിയ ആണ് എന്ന് ഡയഗ്നോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതൊരു 6 മന്ത്സിൽ കൂടുതൽ ആളുകളിൽ നീണ്ടു നിൽക്കണം. 6 മാസത്തിൽ കൂടുതൽ ആളുകൾ ഇത്തരം ബിഹേവിയേഴ്സ് കാണിച്ചിരിക്കണം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു 3 ഏരിയാസിലും പ്രശ്നങ്ങൾ ഉണ്ടാവണം. വർക്ക് ലൈഫിലും സൊസൈറ്റിയിലും അതുപോലെ പേഴ്സണൽ ലൈഫിലും ഒക്കെ ഇഷ്യൂസ് ഉണ്ടാവുകയാണ്. സ്വന്തമായിട്ട് അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള തോന്നലും ആ ഒരു ഡിസ്ട്രെസ് ഉണ്ടാവുകയാണ്. മറ്റുള്ളവർക്കത് ഹാംഫുള്ളായിട്ട് മാറുകയാണ്, ദോഷകരമായിട്ട് ആളുകളെ ബാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലാണ് നമ്മളിതിനൊരു ഡിസോർഡറായിട്ട് പറയാം. ആൻഡ് ഇത് ഫീമെയിൽസിനേക്കാളും മെയിൽസിലാണ് കാണപ്പെടുന്നത്. പുരുഷന്മാരിലാണ് ഇത്തരം ഡിസോർഡേഴ്സ് കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ അത്തരത്തിലുള്ള അസാധാരണമായിട്ടുള്ള അബ്നോർമൽ സെക്ഷൽ ബിഹേവിയേഴ്സാണ് പാരാഫീലിയാസ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ ഒരു പ്രശ്നം കാരണം ചിലപ്പോൾ അതൊരു ക്രിമിനൽ ഒഫൻസ് വരെ ആവാം. അതായത് ആരെങ്കിലും അറിയുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ചെയ്യുന്ന ആൾക്കെതിരെ കേസ് വരും. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് ഡിസോർഡേഴ്സാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ആ പാരാഫീലിയാസിൽ ഒരു 8 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡിസോർഡേഴ്സ് ഉണ്ട്. അതിൽ എക്സിബിഷനിസ്റ്റിക് ഡിസോർഡർ, ഫെറ്റിഷിസ്റ്റിക് ഡിസോർഡർ, ഫ്രുട്ടിയൂറിസ്റ്റിക് ഡിസോർഡർ, പെഡോഫീലിക് ഡിസോർഡർ, സെക്ഷൽ മെസോച്ചിസം, സെക്ഷൽ സാഡിസം, ട്രാൻസ്വെസ്റ്റിക് ഡിസോർഡർ, വൊയൂറിസ്റ്റിക് ഡിസോർഡർ. ഇങ്ങനെ ഞാൻ ടേം പറഞ്ഞു എന്നുള്ളൂ, പേര് പറയുകയാണ്, ബാക്കി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും.
ഇത്തരം കുറച്ച് ഡിസോർഡേഴ്സാണ് ഇതിൻ്റെ അണ്ടറിൽ വരുന്നത്. ക്ലിയർ ആവുന്നില്ലേ? മനസ്സിലാവുന്നില്ലേ? ഓക്കെ. അപ്പോൾ ഈ തരത്തിലുള്ള എന്തെങ്കിലും അബ്നോർമൽ സെക്ഷൽ ബിഹേവിയേഴ്സ് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയോ? ഇപ്പം നമ്മൾ പറഞ്ഞ ഈ ഒരു 8 പേരുകൾ പറഞ്ഞില്ലേ, അതിലേതെങ്കിലും ഒരു ടൈപ്പ് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടതോ കണ്ടതോ ഉണ്ടോ? പേര് സാഡിസം കേട്ടിട്ടുണ്ടോ? സാഡിസ്റ്റ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങളാണോ എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് വണ്ണാണ് എക്സിബിഷനിസം. പാരാഫീലിക് ഡിസോർഡേഴ്സിൽ വരുന്ന ഒരു ഡിസോർഡറാണ് എക്സിബിഷനിസം. എക്സിബിഷനിസം ആ ഒരു പേര് പോലെ തന്നെ നമ്മൾ എക്സിബിറ്റ് ചെയ്യുക, അതായത് ആളുകളുടെ മുന്നിൽ നമ്മൾ പ്രദർശിപ്പിക്കുക. ഒരാൾ അയാളുടെ ജനൈറ്റൽസ്, ലൈംഗിക അവയവങ്ങൾ മറ്റൊരു സ്ട്രേഞ്ചറായിട്ടുള്ള, അപരിചിതരായിട്ടുള്ള ആളുകളുടെ മുന്നിൽ പ്രദർശിപ്പിക്കുന്നതിനെയാണ് എക്സിബിഷനിസം എന്ന് പറയുന്നത്. ഇത് മെയിൽസിലാണ്, പുരുഷന്മാരിലാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. അപ്പോൾ ആ ഒരു പേര് പോലെ തന്നെ മറ്റുള്ള ആളുകളുടെ മുന്നിൽ ആ ഒരു സെക്ഷൽ ഓർഗൻസ് എക്സിബിറ്റ് ചെയ്യുക. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു പരിചയവും ഇല്ലാത്ത വ്യക്തികളുടെ മുന്നിലാണ് ഇങ്ങനെ എക്സിബിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് കാണുന്ന വ്യക്തിയിൽ ഉണ്ടാക്കുന്ന ഒരു പേടി, അല്ലെങ്കിൽ ആ ഒരു ദേഷ്യം, അമ്പരപ്പ്. നമ്മളൊരാളുടെ മുന്നിൽ ഇപ്പോൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ റീൽസിലല്ല, ന്യൂസിൽ പലപ്പോഴും കാണാറുണ്ട് ചില ആളുകൾ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന, ഇപ്പോൾ പുരുഷന്മാരാണെന്നുണ്ടെങ്കിൽ അവരുടെ ഫ്രണ്ടിലിരിക്കുന്ന ഒരു സ്ത്രീ, അപരിചിതയായിട്ടുള്ളൊരു സ്ത്രീ ആണെങ്കിൽ അവർക്ക് ആ ഒരു സെക്ഷൽ പ്ലഷർ കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു സ്ത്രീയുടെ മുന്നിൽ അവർ പോലും വിചാരിക്കാത്ത ആ ഒരു സമയത്ത് എന്തു ചെയ്യും, ഈ ഒരു അവരുടെ സെക്ഷൽ ഓർഗൻസ് എക്സിബിറ്റ് ചെയ്യുക, പ്രദർശിപ്പിക്കും. അപ്പോൾ മുന്നിൽ നിൽക്കുന്ന ഒരു ലേഡിക്ക് ചിലപ്പോൾ എന്താവും, ഒന്നെങ്കിൽ അവർ പേടിക്കും, അല്ലെങ്കിൽ ആ ഒരു അമ്പരപ്പ് കാണിക്കും, അല്ലെങ്കിൽ ആ ഒരു എന്താ ഇതെന്നുള്ള രീതിയിലുള്ള ആ ഒരു എക്സ്പ്രഷൻ കാണിക്കൂലേ, അല്ലെങ്കിൽ പേടിക്കൂലേ. അപ്പോൾ ആ ഒരു പേടി അല്ലെങ്കിൽ ആ ഒരു ഭാവമാറ്റത്തിൽ നിന്ന് ഇവർക്ക് എന്ത് ചെയ്യും, ആ ഒരു സെക്ഷൽ പ്ലഷർ കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്ലഷറിന് വേണ്ടിയിട്ട് ആ ഒരു ഒരു ലൈംഗികമായിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ അവർക്ക് അതിലൂടെയാണ് കിട്ടുന്നത്. അപ്പോൾ അത്തരം ബിഹേവിയേഴ്സ് കാണിക്കുന്നവരെയാണ് നമ്മൾ എക്സിബിഷനിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പുരുഷന്മാരിങ്ങനെ ചെയ്യുന്നത് പലപ്പോഴും ആളുകളെ പേടിപ്പിക്കുക, അല്ലെങ്കിൽ ആ ഒരു പേടി കണ്ടിട്ട് അവരിലൊരു പ്ലഷർ ഉണ്ടാവുക എന്നുള്ളതാണ് പുരുഷന്മാരുടെ കേസിൽ. ഇനി സ്ത്രീകളാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പുരുഷന്മാരെ സെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് സെക്ഷലി അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, സ്ത്രീകൾ ഇത്തരം ബിഹേവിയേഴ്സ് കാണിക്കുന്നത്. അപ്പോൾ ഇതൊരു ഡിസോർഡർ ആവുന്നത് എപ്പോഴാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതൊരു അറ്റ്ലീസ്റ്റ് ഒരു 6 മന്തെങ്കിലും ഇത്തരം ബിഹേവിയേഴ്സ് കാണിക്കുകയും അത് അവരുടെ ലൈഫിനെ ബാധിക്കുകയും ചെയ്യുമ്പോൾ, ലൈഫിൽ അവരുടെ സോഷ്യൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും പേഴ്സണൽ ലൈഫിലും ഒക്കെ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ. ഫോർ എക്സാമ്പിൾ ഞാനൊരു കേസ് പറയാം. ഇപ്പം ഞാനൊരു ഇൻറ്റേൺഷിപ്പ് ചെയ്ത സമയത്ത് അവിടെ കണ്ടിട്ടുള്ള ഒരാൾ, അയാളുടെ അമ്മയും കൊണ്ടാണ് വന്നിട്ടുള്ളത്. ആൾ എക്സിബിഷനിസമാണ് പ്രശ്നം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറേ കാലങ്ങളായിട്ട് ഇയാൾ ഈ ഒരു ബിഹേവിയർ കാണിക്കുന്നുണ്ട്. പക്ഷെ ആർക്കും അറിയില്ല. അറിയാതിരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അറിയാവുന്ന ആൾക്കാരുടെ മുന്നിലൊന്നും ഈ ഒരു കാര്യം ഇയാൾ ചെയ്യില്ല. അയാൾക്ക് അറിയാത്ത സ്ത്രീകളുടെ മുന്നിൽ, അപരിചിതരായിട്ടുള്ള സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്ത് ഈ ഒരു ബിഹേവിയർ ഇവർ കാണിക്കുള്ളൂ. അപ്പോൾ അത് തുടർച്ചയായിട്ട് ഇയാളിങ്ങനെ കാണിക്കുകയും അവർ പോലീസ് കേസ് ആവുന്നു. അപ്പോൾ ആ ഒരു പോലീസ് കേസിൻ്റെ എണ്ണം കൂടുമ്പോൾ ഏതോ ഈ ഒരു ഡിസോർഡറിനെ കുറിച്ചൊക്കെ അറിയുന്നത് കൊണ്ടാവാം പോലീസുകാരെന്ത് ചെയ്തു, ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്ത് വിട്ടു. അങ്ങനെയാണ് ഇതൊരു ഡിസോർഡർ ആണെന്നുള്ളത് അവർക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ 1 തവണയോ 2 തവണയോ കാണിച്ചു എന്ന് വിചാരിച്ചിട്ട്, ഈ ഒരു കംപ്ലൈൻറ്റ് വന്നു എന്ന് വിചാരിച്ചിട്ട് അത് ഡിസോർഡർ ആവില്ല. നേരെ മറിച്ച് അറ്റ്ലീസ്റ്റ് ഒരു 6 മന്തെങ്കിലും റിപ്പീറ്റഡായിട്ട് ഇത്തരം ബിഹേവിയേഴ്സിൽ ഏർപ്പെട്ടാൽ മാത്രമാണ് അത് ഡിസോർഡറായിട്ട് കണക്കാക്കുക. ഓക്കെ. സ്പീഡുണ്ടോ അല്ലെങ്കിൽ ഇതൊക്കെയാണോ? അപ്പം ഞാൻ പറഞ്ഞ ആ ഒരു വ്യക്തിക്ക് അയാൾക്ക് തന്നെ ഒരു കുറ്റബോധമുണ്ട്.
ഇത് ചെയ്യുന്ന സമയത്ത് ആൾക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ആ ഒരു സെക്ഷൽ അറൗസൽ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് അയാളത് എക്സിബിറ്റ് ചെയ്യുന്നു. അത് ചെയ്യുന്ന സമയത്ത് ഇയാൾക്കിത് കൺട്രോൾ ചെയ്യാൻ അത് ചെയ്യാണ്ട് പറ്റില്ല എന്നുള്ളൊരു മെൻറ്റാലിറ്റി ആയിരിക്കും. പക്ഷേ ഇതിങ്ങനെ ഇഷ്യൂസൊക്കെ ആവുന്ന സമയത്ത് അയാൾക്കുള്ളിൽ കുറ്റബോധമുണ്ട്, എനിക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, എനിക്ക് മക്കളുണ്ട്, ഭാര്യയുണ്ട്, ഇവരൊക്കെ ഇതറിഞ്ഞു കഴിഞ്ഞാൽ അത്രയും ആ ഒരു ഞാൻ പിന്നെ അവരുടെ മുഖത്ത് എങ്ങനെ നോക്കും, അല്ലെങ്കിൽ അവരെങ്ങനെ ഇവിടെ ജീവിക്കും എന്നുള്ള ഒരു അവസ്ഥയൊക്കെ അയാളുടെ ഉള്ളിലൂടെ പോകുന്നുണ്ട്. പക്ഷേ അയാൾക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ആൻഡ് അത് മനസ്സിലാക്കുകയും അയാൾ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നുണ്ട്. അയാൾക്ക് എങ്ങനെയെങ്കിലും അതിൽ നിന്ന് ഈ ഒരു ഡിസോർഡർ എങ്ങനെയെങ്കിലും ട്രീറ്റ് ചെയ്ത് മാറ്റണം എന്നുണ്ട്. പക്ഷേ അയാൾക്ക് സ്വന്തമായിട്ട് അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അയാൾ കുറേ കാലങ്ങളായിട്ട് തെറാപ്പി എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ കാര്യം വൈഫിനും അറിയാം, അമ്മയ്ക്കും അറിയാം. അപ്പോൾ ഇടയ്ക്ക് അമ്മ വരും ഇയാളുടെ കൂടെ, ഇടയ്ക്ക് വൈഫ് ഉണ്ടാവും കൂടെ. അപ്പോൾ ഈ ഒരു വൈഫിനൊക്കെ എന്ത് ചെയ്യും, സൈക്കോ എഡ്യൂക്കേഷൻ കൊടുക്കും. ഇത് നമ്മളാരെങ്കിലും നമ്മളുടെ ഒരു ഹസ്ബൻഡിന് അല്ലെങ്കിൽ നമ്മളുടെ ഒരു പാർട്ട്ണർക്ക് ഇത്തരം ഇഷ്യൂസ് ഉണ്ടെന്ന് അറിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കെന്താണ് ആളോട് വെറുപ്പ് തോന്നുക, അല്ലെങ്കിൽ ഇയാളെന്താ ഇങ്ങനെയെന്നുള്ള ഒരു രീതിയിലായിരിക്കും നമ്മളൊക്കെ നിൽക്കുക. പക്ഷേ ഇതൊരു ഡിസോർഡർ ആവുമ്പം അവരത് ഹോസ്പിറ്റലിൽ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ ഒരു സൈക്യാട്രിസ്റ്റോ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റോ ഒക്കെ അവരുടെ ഫാമിലിക്കും കൂടെ കൗൺസിലിംഗ് കൊടുക്കും. ഫാമിലിയെ സൈക്കോ എഡ്യൂക്കേറ്റ് ചെയ്യും. സൈക്കോ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ അയാളുടെ ഇഷ്യൂ എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ നമ്മൾ ഡീൽ ചെയ്യേണ്ടത്, അയാൾക്കത് ഡീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ അയാളെ നമ്മൾ എങ്ങനെ സപ്പോർട്ട് ചെയ്യണം, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആ ഫാമിലിക്കും കൂടെ പറഞ്ഞു കൊടുക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും സപ്പോർട്ടീവായിട്ടുള്ളൊരു വൈഫ് അയാളുടെ കൂടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഇത് പറഞ്ഞപ്പോൾ ആ ഒരു കേസ് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് എക്സിബിഷനിസം. നമ്മൾ അറിയാത്തൊരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ മുന്നിൽ അവരുടെ ജെനൈറ്റൽസ് അല്ലെങ്കിൽ സെക്ഷൽ ഓർഗൻസ് എക്സിബിറ്റ് ചെയ്യുക. അത് തുടർച്ചയായിട്ട് നിരന്തരമായിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോഴാണ് നമ്മളത് എക്സിബിഷനിസം ആണെന്ന് പറയാം, ഡിസോർഡറായിട്ട് പറയാം. രണ്ടാമത്തേതാണ് ഫെറ്റിഷിസം. ഫെറ്റിഷിസം മിക്കപ്പോഴും ആളുകളൊക്കെ കേട്ടിട്ടുണ്ടാവും, പക്ഷേ ഡിസോർഡർ ആണെന്ന് അറിയാത്തതായിരിക്കാം. നമ്മൾ ഈ അണ്ടർവിയേഴ്സ് അല്ലെങ്കിൽ സ്ത്രീകളുടെ വസ്ത്രങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് മോഷണം പോകാറുണ്ട്. ഇതും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതായത് ഞങ്ങൾ ഹോസ്റ്റലിൽ താമസിക്കുന്ന സമയത്ത് ടെറസിൽ അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ഈ ടെറസിൻ്റെ മുകളിൽ അഴയിൽ തുണികളൊക്കെ വിരിച്ചിടും, എല്ലാവരുടെയും ഉണ്ടാവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചിലരുടെ അണ്ടർവിയേഴ്സൊക്കെ കാണാതാവുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ചിലപ്പോൾ വെച്ച സ്ഥലം മാറിപ്പോയതാവാം, അല്ലെങ്കിൽ കുറേ ആളുകളത് ഉണ്ടല്ലോ, അപ്പോൾ ഓരോരുത്തരെ എടുത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ചിലപ്പോൾ മാറിപ്പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കൂടെ എടുത്തിട്ടുണ്ടാവാം, ഇങ്ങനെ വിചാരിക്കും. പക്ഷേ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഒരാളുടേത് മാത്രമല്ല, കുറേ ആളുകളത് ഇങ്ങനെ മിസ്സായി പോവുകയാണ്. അങ്ങനെ അത് തുടർച്ചയായിട്ട് നടന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കി ഇത് മേ ബി ഫെറ്റിഷിസം ആവാം. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിസോർഡർ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ സ്ത്രീകളുടെ വസ്ത്രങ്ങൾ അല്ലെങ്കിൽ അണ്ടർവെയേഴ്സ്, ബാഗ്, ഷൂസ് ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത്തരം കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സെക്ഷൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്നു. അതിലൂടെ ആ ഒരു സെക്ഷൽ പ്ലഷർ കിട്ടുന്നു, സെക്ഷൽ അറൗസൽ ഉണ്ടാവുന്നു. അത് ആ ഒരു ഡിസോർഡറാണ് ഫെറ്റിഷിസം. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രം, അല്ലെങ്കിൽ അത്തരം വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് സെക്ഷൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്നു, അങ്ങനെ മാത്രമേ അവർക്ക് ആ ഒരു സെക്ഷൽ പ്ലഷർ കിട്ടുന്നുള്ളൂ. അപ്പം ഇതും ഈ എല്ലാ ഡിസോർഡേഴ്സും അതെ കേട്ടോ, നമ്മളിപ്പോൾ ഒരു 8 ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞു, 8-9 ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ എന്താണ്, എല്ലാ ഡിസോർഡേഴ്സും ഒരു 6 മന്ത്സിൽ കൂടുതൽ ഇത്തരം ബിഹേവിയേഴ്സ് കാണിക്കുകയാണെങ്കിലാണ് നമ്മളത് ഡിസോർഡറായിട്ട് കണക്കാക്കുള്ളൂ. ആൻഡ് അത് സ്വന്തം ലൈഫിലും മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുമാവണം. ഓക്കെ, അപ്പോൾ എക്സിബിഷനിസം നമ്മൾ പറഞ്ഞു, മറ്റുള്ളവരുടെ മുന്നിൽ എക്സിബിറ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഫെറ്റിഷിസം ആണെന്നുണ്ടെങ്കിൽ അവർ ആ ഒരു സെക്ഷൽ പ്ലഷർ കിട്ടാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ വസ്ത്രങ്ങൾ അല്ലെങ്കിൽ ബാഗ്, ഷൂസ്, ഗ്ലൗസ് ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുക. അതുപയോഗിച്ചുകൊണ്ട് അവർക്ക് ആ ഒരു സെക്ഷൽ ഫാൻറ്റസി അല്ലെങ്കിൽ ആ ഒരു സെക്ഷൽ പ്ലഷറൊക്കെ ഉണ്ടാക്കുന്നു.
അതാണ് ഫെറ്റിഷിസം. പിന്നെ ട്രാൻസ്വെസ്റ്റിക് ഡിസോർഡർ. ട്രാൻസ്വെസ്റ്റിക് ഡിസോർഡർ എന്ന് പറയുമ്പോൾ ഇത് ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള ഒരു വ്യക്തിയുടെ ഡ്രസ്സ് ധരിക്കുമ്പോൾ അതിലൂടെ അവർക്ക് അങ്ങനെ ഡ്രസ്സ് ധരിച്ചാൽ മാത്രമേ അവർക്ക് സെക്ഷൽ പ്ലഷർ കിട്ടുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു സ്ത്രീയാണെങ്കിൽ പുരുഷന്മാർ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ, അല്ലെങ്കിൽ പുരുഷനാണെങ്കിൽ സ്ത്രീകൾ ഉപയോഗിക്കുന്ന ടൈപ്പ് വസ്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ മാത്രം അവർക്ക് അതിനുവേണ്ടി അവർ ആ ഒരു ലൈംഗിക സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം അത്തരം ക്ലോത്ത്സ് ഉപയോഗിക്കുന്നു. ഇതിപ്പോൾ സാധാരണ നമ്മൾ സ്ത്രീകൾ ജീൻസും ടോപ്പും ഇടുന്നു, അല്ലെങ്കിൽ ഷർട്ടും അങ്ങനെ ഇടുന്നു എന്നുള്ളത് കൊണ്ടല്ല കേട്ടോ. അങ്ങനെ ഇടുന്നവരൊക്കെ ട്രാൻസ്വെസ്റ്റിക് ഡിസോർഡർ ഉണ്ട് എന്നല്ല അർത്ഥം. അതായത് ഓപ്പോസിറ്റ് ജെൻഡറിലുള്ളവരുടെ അത്തരം ടൈപ്പ് ഡ്രസ്സ് ധരിക്കുന്ന ആളുകളൊക്കെ ഈ ഒരു ഡിസോർഡർ ഉള്ളവരാണെന്നല്ല അർത്ഥം. ഈ ഒരു ലൈംഗിക സന്തോഷത്തിന് വേണ്ടി മാത്രം എന്ത് ചെയ്യുന്നു, ആ ഒരു ക്രോസ് ഡ്രസ്സിങ്, പുരുഷന്മാർ ഉപയോഗിക്കുന്ന വസ്ത്രം ധരിച്ചാലേ അവർക്ക് ആ ഒരു സെക്ഷൽ അറൗസൽ ഉള്ളൂ, അല്ലെങ്കിൽ സ്ത്രീകൾ ഉപയോഗിക്കുന്ന ഡ്രസ്സുകൾ ധരിച്ചാലേ ഉള്ളൂ. അതിനെയാണ് നമ്മൾ ട്രാൻസ്വെസ്റ്റിക് ഡിസോർഡർ എന്ന് പറയുന്നത്. ക്രോസ് ഡ്രസ്സിങ്ങിലൂടെ അവർക്ക് ആ ഒരു സെക്ഷൽ അറൗസൽ ഉണ്ടാക്കുന്നു. ഇതും ആ ഒരു 6 മന്തിൽ കൂടുതലായിട്ട് നീണ്ടു നിൽക്കുന്നതും അവരുടെ ലൈഫിനൊരു ഡിസ്ട്രെസ് ഉണ്ടാക്കുന്നതുമായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്തരം ഡ്രസ്സ് ധരിക്കുന്നതിലൂടെയും അവർക്കും ഉണ്ടാവും ആ ഒരു ഗിൽട്ട്, ഷെയിം, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതായത് ഈ ഒരു പുരുഷൻ സ്ത്രീകൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നു, അപ്പോൾ അത് ഉപയോഗിക്കുന്നത് മറ്റുള്ളവർ കാണുകയാണ്, അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ അറിയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിലൊരു കുറ്റബോധം ഉണ്ടാവും, അല്ലെങ്കിൽ നാണക്കേടുണ്ടാവും. ഇതാരെങ്കിലും അറിഞ്ഞാൽ എന്നെ കളിയാക്കൂലേ, അല്ലെങ്കിൽ ആരെങ്കിലും അറിഞ്ഞാൽ ഇതൊരു പ്രശ്നമാണ് എന്നുള്ള രീതിയിൽ ആ ഒരു ആങ്സൈറ്റിയൊക്കെ ആളുകൾക്ക് ഉണ്ടാവും. അത് ഉണ്ടെങ്കിൽ കൂടി അവർക്ക് എന്ത് ചെയ്യില്ല, ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇത് ശരിയല്ല, നല്ലതല്ല, അബ്നോർമലാണ് എന്നൊക്കെയുള്ള ആ ഒരു ഇൻസൈറ്റ് ഇവരുടെ ഉള്ളിൽ ഉണ്ടായാലും അവർക്ക് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതാണ് ട്രാൻസ്വെസ്റ്റിക് ഡിസോർഡർ. നെക്സ്റ്റ് മസോച്ചിസം. മെസോച്ചിസം എന്ന് പറയുന്നത് നമ്മളെ സ്വയം വേദനിപ്പിച്ചിട്ട് ഒരാൾ അയാളെ തന്നെ വേദനിപ്പിക്കുകയും ആ വേദനയിലൂടെ അയാൾക്കൊരു സന്തോഷം കിട്ടാം. ഇപ്പോൾ സ്വയം വേദനിപ്പിക്കുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കൈയൊക്കെ ബ്ലേഡ് എടുത്ത് മുറിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ സ്വയം പീഡനങ്ങൾ ഏറ്റുവാങ്ങുകയും അതിലൊരു നിർവൃതി കണ്ടെത്തുകയും ചെയ്യാം. അതിലൂടെ ഒരു സെക്ഷൽ പ്ലഷർ ഉണ്ടാവുന്നു. സ്വയം അടിച്ചമർത്തപ്പെടുക, അല്ലെങ്കിൽ ഇപ്പോൾ വെർബലി ആയിക്കോട്ടെ മെൻ്റലി ആയിക്കോട്ടെ, ഏതെങ്കിലും രീതിയിൽ സ്വയം താഴ്ത്തപ്പെടുമ്പോൾ, സ്വയം സ്വയം വേദനിപ്പിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ വേദനിപ്പിച്ചുകൊണ്ട് ആ ഒരു പ്ലഷർ കിട്ടുന്നതിന്, അല്ലെങ്കിൽ ആ ഒരു സെക്ഷൽ ഫാൻറ്റസീസൊക്കെ വരുന്നു, അല്ലെങ്കിൽ ആ ഒരു സെക്ഷൽ ഏർജസ് ഉണ്ടാവുന്നു, സ്വയം പെയിനും ഹ്യൂമിലിയേഷനും ഒക്കെ നേരിടുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നു, സന്തോഷിക്കാൻ പറ്റുന്നു. അതാണ് മെസോച്ചിസം. ഇതും സെയിം ടൈം പീരീഡാണ്. ആ ഒരു 6 മാസത്തിലോ 6 മാസത്തിൽ കൂടുതൽ ഇത് കാണിച്ചിരിക്കണം. 6 മാസമെങ്കിലും ആളുകൾ ഇതുണ്ടായിരിക്കണം. അതുപോലെ ഈ ഒരു മെസോച്ചിസം എന്ന് പറയുന്നത് മെയിൽസിലും ഫീമെയിൽസിലുമൊക്കെ ഒരേപോലെ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ടോട്ടലി ഒരു ഡിസോർഡേഴ്സ് പറയുമ്പോൾ, സെക്ഷൽ ഡീവിയേഷൻസ് പറയുമ്പോൾ കൂടുതലായിട്ടും പുരുഷന്മാരാണ് ഇത്തരം ഡിസോർഡേഴ്സ് കാണിക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ടുണ്ടോ? ഏതെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? ഓക്കെ. ദെൻ സാഡിസം ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേട്ടിട്ടുണ്ടെന്ന്. സാഡിസം ആർക്കെങ്കിലും അറിയാം? അല്ലെങ്കിൽ സാഡിസ്റ്റ് എന്ന് ആരെയാണ് നമ്മൾ സാഡിസ്റ്റ് എന്ന് പറയാം? തെറ്റിക്കോട്ടെ, എന്തെങ്കിലുമൊക്കെ പറയൂ. നമ്മൾ സ്വയം വേദനിപ്പിക്കുന്നത് മെസോച്ചിസ്റ്റുകളാണ്. പക്ഷേ സാഡിസ്റ്റ് നേരെ ഓപ്പോസിറ്റ്.
മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ട് ആ വേദന സ്വയം ഓക്കെ. അപ്പോൾ നമ്മൾ പലപ്പോഴും സാഡിസ്റ്റ് ആ ഒരു വേർഡ് നമ്മൾ അറിയാതെ ഉപയോഗിച്ച് പോകാറുണ്ട്. അപ്പോൾ ആരെങ്കിലും ഒരാളെ വേദനിപ്പിച്ചിട്ട് അതിൽ സന്തോഷം കണ്ടെത്തുന്നവരുണ്ടെങ്കിൽ നമ്മൾ പറയും ഇയാളൊരു സാഡിസ്റ്റാണ്. നമ്മളിപ്പോൾ ഒരാളെ കളിയാക്കി, ഞാനിപ്പോൾ നിങ്ങളെ ആരെങ്കിലും ഒരാളെ കളിയാക്കി, നിങ്ങൾക്കത് സങ്കടമായി, മറ്റുള്ളവരെ മുന്നിൽ വെച്ച് ഞാൻ നിങ്ങളെ കളിയാക്കിയപ്പോൾ നിങ്ങൾക്കത് സങ്കടമായി. അപ്പോൾ നിങ്ങൾ കരയുന്നത് കണ്ടിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് സങ്കടമായത് കണ്ടിട്ട് ഞാൻ ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ അറിയാതെ യൂസ് ചെയ്യുന്നതാണ് ഞാൻ സാഡിസ്റ്റ് ആണ് എന്നുള്ളത്. പക്ഷേ സാഡിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ടേം ഇല്ലേ, അത് ഈ ഒരു സെക്ഷൽ ഡീവിയേഷനുമായിട്ട് റിലേറ്റഡ് ആണ്. അതായത് സെക്ഷൽ പ്ലഷർ കിട്ടാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കുകയാണെന്നുണ്ടെങ്കിലാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിച്ചിട്ട് അതിൽ നിന്നൊരു സെക്ഷൽ പ്ലഷർ കിട്ടുമ്പോഴാണ് അവർ സാഡിസ്റ്റ് ആവുന്നത്. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാണ്ടിരിക്കുക ആ ഒരു വേർഡ്. ഓക്കെ. അപ്പോൾ നമ്മൾ അറിയാതെ യൂസ് ചെയ്യുന്നതാണ്, എന്നാലും ആ ഒരു അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളത് എല്ലായിടത്തും കൊണ്ടുപോയിട്ട് യൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇതിലിവർ സ്വയം വേദനിക്കുകയല്ല, മറ്റുള്ള ആളുകളെ വേദനിപ്പിക്കുമ്പോൾ അതിലിവർക്ക് സെക്ഷൽ പ്ലഷർ കിട്ടുന്നു. അവരെ നമ്മൾ സാഡിസ്റ്റ് എന്ന് വിളിക്കും. മെസോജിസ്റ്റുകളുടെ നേരെ ഓപ്പോസിറ്റ്. ഇപ്പോൾ ഈ ഫിലിമിലൊക്കെ നമ്മൾ കാണാറുണ്ട്, എന്താ പറയുക, സിഗരറ്റൊക്കെ കത്തിച്ചിട്ട് അതിൻ്റെ തുമ്പ് കൊണ്ട് സ്ത്രീകളുടെ കയ്യിൽ കുത്തുന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലൊക്കെ വേദനിപ്പിക്കുക. ആ ഒരു വേദനിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ കരച്ചിൽ കാണുന്ന സമയത്ത് അവർക്കൊരു സെക്ഷൽ പ്ലഷർ കിട്ടുന്നു. അതിനെയാണ് നമ്മൾ സാഡിസം എന്ന് പറയുന്നത്. അത് ഫിസിക്കലിയോ വെർബലിയോ ഒക്കെ മറ്റുള്ളവരെ ഉപദ്രവിച്ചിട്ട്, നമ്മൾ ഫിസിക്കലി തന്നെ ആവണം എന്നില്ല, വെർബലി ആണെങ്കിലും ഏത് രീതിയിലായാലും മറ്റുള്ളവരെ ഉപദ്രവിച്ചിട്ട് അവരുടെ കരച്ചിൽ കാണുമ്പോൾ അവർ വേദനിക്കുന്നു എന്നറിയുന്ന സമയത്ത് നമ്മൾക്ക് ആ ഒരു സെക്ഷൽ പ്ലഷർ കിട്ടുന്നു. മറ്റുള്ളവരുടെ സഫറിങ്സ് കാണുന്ന സമയത്ത് അത് നമ്മൾക്ക് സന്തോഷമാവുന്നു. സന്തോഷം എന്ന് പറയുന്നത് ഈ ഒരു ലൈംഗികമായിട്ടുള്ള ആ ഒരു സന്തോഷം കിട്ടുന്നു. അപ്പോൾ ഈ ഒരു ലാക്ക് ഓഫ് എമ്പതി ഉള്ളവർ, എമ്പതി കുറവുള്ള ആളുകൾ, ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാർ, ഇവരൊക്കെ സാഡിസ്റ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ആ ഒരു ടെൻഡൻസി ഉണ്ടാവും ഇവർക്ക്. മറ്റുള്ളവരെ വേദനിക്കുമ്പോൾ അതിൽ സന്തോഷിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അതിലൊരു സെക്ഷൽ പ്ലഷർ കിട്ടുന്ന ആളുകളായിരിക്കും സാഡിസ്റ്റുകൾ. അടുത്തതാണ് പെഡോഫീലിയ. പെഡോഫീലിയ എന്ന് പറയുന്നത് കുട്ടികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് കുട്ടികളെ വെച്ചിട്ട് സെക്ഷൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നു. ഇത് നമ്മൾ പൊതുവെ കാണുന്നതും കൂടിയാണ്, കുട്ടികളെ അബ്യൂസ് ചെയ്യുക എന്നുള്ളത്. അത് തുടർച്ചയായിട്ട് നമ്മൾ കുട്ടികളെ മാത്രം ഒരാൾ ഉപദ്രവിക്കുന്നു. ആ ഉപദ്രവിക്കുന്നതിലൂടെ അവർക്ക് ആ ഒരു സെക്ഷൽ ഫാൻറ്റസീസ് അല്ലെങ്കിൽ ആ ഒരു ഏർജ് ഉണ്ടാവുന്നു. ഇത്തരം ആ ഒരു ഡിസോർഡറാണ് പെഡോഫീലിയ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു 13 വയസ്സിൽ താഴെയുള്ള കുട്ടികളെയാണ് കൂടുതലായിട്ടും ആളുകൾ ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള കുട്ടികളെ തുടർച്ചയായിട്ട് അത്തരം കുട്ടികളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരാൾ ഈ ഒരു സെക്ഷൽ പ്ലഷറിന് വേണ്ടിയിട്ട് കുട്ടികളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അവർ പെഡോഫീലിക് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതും ഒരു കുട്ടിയെ ഉപദ്രവിച്ചു എന്ന് വിചാരിച്ചിട്ട് പെഡോഫീലിയ ആയിക്കൊള്ളുന്നില്ല, ഡിസോർഡർ ആണെന്ന് നമ്മൾ പറയില്ല. അപ്പോൾ ഈ ഒരു ഡിസോർഡർ ആണെങ്കിലും അവർക്കൊരു കൺസിഡറേഷനൊന്നും കിട്ടൂല കേട്ടോ. അതായത് ഒരു ചൈൽഡ് അബ്യൂസ് ഉണ്ടായി, അപ്പോൾ അങ്ങനെയാണ് അയാൾ പെഡോഫീലിക്കാണ്, ഇയാൾക്ക് ഡിസോർഡറാണ്, ഈ ഒരു ഡിസോർഡർ കാരണമാണ് ഇയാൾ കുട്ടികളെ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അയാൾക്ക് അവിടെ വേറൊരു കൺസിഡറേഷനും കാര്യങ്ങളും ഒന്നും കിട്ടൂല. അതൊക്കെ ക്രിമിനൽ ഒഫൻസാണ്. അവർക്ക് കിട്ടേണ്ട ശിക്ഷ, പണിഷ്മെൻ്റ് എന്താണോ അത് കിട്ടും. നെക്സ്റ്റ് ഫ്രൊട്യൂറിസ്റ്റിക് ഡിസോർഡർ. ഫ്രൊട്യൂറിസ്റ്റിക്കും നമ്മൾ ഫിലിമിലൊക്കെ കാണാറുണ്ട്. ഈ ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ ദേഹത്തുരുമി നിൽക്കുക, തിരക്കുള്ള ബസ്സുകളിൽ അല്ലെങ്കിൽ ആൾക്കൂട്ടത്തിനിടയിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ് ഫ്രൊട്യൂറിസ്റ്റിക് ആയിട്ടുള്ളവർ. അപ്പോൾ പലപ്പോഴും അൺനോട്ടീസബിളായിട്ട് പോകുന്ന കാര്യങ്ങളും കൂടിയാണ്, ഒരു കാര്യം കൂടിയാണിത്. അതായത് ചിലപ്പോൾ നമ്മൾ അറിയുന്നുണ്ടാവില്ല അത്തരം ആളുകൾ നമ്മളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ. ഇപ്പോൾ ബസ്സിലൊക്കെ പോകുമ്പോൾ പലപ്പോഴും
അറിഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ ദേഹത്ത് തൊട്ട് നിൽക്കുക അല്ലെങ്കിൽ ഉരുമി നിൽക്കുക, അങ്ങനെ ആ ഒരു റബ്ബിങ്ങിലൂടെ എന്ത് കിട്ടും, ആ ഒരു പ്ലഷർ കിട്ടുക, സെക്ഷൽ പ്ലഷർ ഉണ്ടാവുന്നു. അത് ഈ ഒരു ബിഹേവിയർ തുടർച്ചയായിട്ട് കാണിക്കുകയാണെങ്കിൽ അവർ ഫ്രൊട്യൂറിസ്റ്റിക് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളാണ്. ഫ്രൊട്യൂറിസ്റ്റിക് മാത്രമല്ല, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇല്ലീഗലാണ്. അതൊക്കെ സെക്ഷൽ അസോൾട്ടായിട്ടാണ് എടുക്കുക. നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും ആ ഒരു ദേഹത്തുരുമി നിൽക്കുക, അങ്ങനെ ആ ഒരു അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളില്ലേ, അതൊക്കെ സെക്ഷൽ അസോൾട്ടാണ്. ഇതും 6 മന്തിൽ കൂടുതൽ ലാസ്റ്റ് ചെയ്യണം, 6 മന്ത്സെങ്കിലും ലാസ്റ്റ് ചെയ്യണം. ആൻഡ് ആ ഒരു ലൈഫിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡിസ്ട്രെസ് ഉണ്ടാക്കിയിരിക്കണം. നമ്മൾ പേഴ്സണൽ ലൈഫിലും സോഷ്യൽ ലൈഫിലും ഒക്യുപ്പേഷണൽ ലൈഫിലും ഒക്കെ. ഇങ്ങനെ പറയാൻ കാരണം ചിലപ്പോൾ ഇത്തരം പ്രശ്നങ്ങളുണ്ട് എന്നറിയുമ്പോൾ അവർക്ക് ഗിൽറ്റ് ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരറിയുമല്ലോ, അല്ലെങ്കിൽ വീട്ടുകാരുടെ മുന്നിൽ, കസിൻസിൻ്റെ മുന്നിൽ, നാട്ടുകാരുടെ മുന്നിൽ ഒക്കെ അവർക്ക് പ്രശ്നങ്ങളായിരിക്കും. ഇപ്പോൾ ഒരു വർക്ക് ചെയ്യാൻ പോകുന്ന സ്ഥലത്തായാലും പുതിയൊരാൾ വന്നു കഴിഞ്ഞാൽ ആ ഒരാളോട് ഇത്തരം ബിഹേവിയേഴ്സ് കാണിക്കാൻ ഉള്ള ഒരു ടെൻഡൻസി ചിലപ്പോൾ ഉണ്ടാവും. ഇപ്പോൾ സൊസൈറ്റിയിൽ നമ്മൾ ഏതൊരു സാഹചര്യത്തിലായാലും ഇവർക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വരുമ്പം അവരത് എക്സ്പ്രസ് ചെയ്യും. അപ്പോൾ അവർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്ന് മാത്രമല്ല, കുറച്ച് കാലങ്ങളിലേക്ക് അവരിൽ അത് നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഡിസോർഡർ ആയിട്ട് തന്നെയാണ് കണക്കാക്കുക. ഇപ്പോൾ ബസ്സിലും ട്രെയിനിലും ഒക്കെ ഒരു പബ്ലിക് പ്ലേസസിലൊക്കെ ഇത്തരം ആളുകളെ കാണാൻ വേണ്ടിയിട്ട് പറ്റും, ഫ്രൊട്യൂറിസ്റ്റിക് ആയിട്ടുള്ളവരെ. അടുത്തതാണ് വോയൂറിസ്റ്റിക് ഡിസോർഡർ. വോയൂറിസ്റ്റിക് എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഒളിഞ്ഞു നോക്കുന്നവരുണ്ട്. ഇപ്പോൾ ബെഡ്റൂം സീൻ കാണുക, അല്ലെങ്കിൽ കുളിമുറിയിൽ ഈ ക്യാമറയൊക്കെ വെക്കുന്ന ആളുകളില്ലേ, അല്ലെങ്കിൽ മറ്റുള്ളവർ ഡ്രസ്സ് മാറുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ബെഡ്റൂം സീൻസ് കാണുമ്പോൾ അങ്ങനെയൊക്കെ ഒരു പ്ലഷർ കിട്ടുന്ന ആളുകൾ, അല്ലെങ്കിൽ അങ്ങനെ പ്ലഷർ കണ്ടെത്തുന്ന ആളുകളാണ് വോയറിസ്റ്റിക് ആയിട്ടുള്ളവർ. നമുക്ക് ഭയങ്കര വിയേർഡായിട്ട് തോന്നും, എന്നാലും എന്താ പറയുക, ഇതൊക്കെ ഡിസോർഡേഴ്സാണ്. അവർ ട്രീറ്റ്മെൻറ്റ് എടുത്ത് മാറ്റേണ്ട കാര്യങ്ങളാണ്. മറ്റുള്ളവർ നേക്കഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ അൺഡ്രസ്സിങ് ആയിട്ട് നിൽക്കുന്നത്, ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതൊക്കെ കണ്ടിട്ട് അതിൽ ഒരു സെക്ഷൽ പ്ലഷർ, അല്ലെങ്കിൽ ആ ഒരു സെക്ഷൽ ഫാൻറ്റസീസിലേക്കൊക്കെ പോകുന്ന ആളുകൾ. ഇത് മറ്റുള്ളവരുടെ കൺസെൻ്റ് ഇല്ലാതെ ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ. അപ്പോൾ ആ ഒരു മറ്റുള്ളവരുടെ പ്രൈവസിയിലേക്ക് ഒളിഞ്ഞു നോക്കുന്ന ആളുകളാണ് വോയറിസ്റ്റിക്. അപ്പോൾ ഇതൊക്കെ എന്താ പറയുക, ചിലപ്പോൾ ചെറുപ്പത്തിൽ ഇവർ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ചെയ്തു പോയ കാര്യങ്ങളായിരിക്കും. ഇപ്പോൾ ഏത് ഡിസോർഡർ ആയാലും, ഇപ്പോൾ വോയറിസ്റ്റിക്കിൻ്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ആരെങ്കിലും ഒന്ന് കുളിക്കുന്നതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യം, മറ്റുള്ളവരുടെ ആ ഒരു പ്രൈവറ്റ് കാര്യങ്ങളിലേക്ക് അറിയാതെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു പോയി. അത് ചെയ്തു പോയ സമയത്ത് അവർക്ക് ആ ഒരു സെക്ഷൽ പ്ലഷർ കിട്ടി. ആ ഒരു പ്ലഷർ കിട്ടുമ്പോൾ പിന്നെയും അത് റിപ്പീറ്റ് ചെയ്യാനുള്ള തോന്നൽ അവരിലുണ്ടാവുകയും അത് മറ്റുള്ളവരെ അറിയാതെ പോകുന്നു, വേറെ ആരും അറിയുന്നില്ല, അല്ലെങ്കിൽ ആരും അത് കണ്ടുപിടിക്കുന്നില്ല. അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യും, പിന്നെയും അതേ ബിഹേവിയർ കാണിക്കാനും ആ ഒരു സെക്ഷൽ പ്ലഷർ കിട്ടുന്നു. അത് കിട്ടുന്നത് കൊണ്ട് തന്നെ പിന്നെയും ഇത് കാണിക്കുകയും അത് അവരുടെ ആ ഒരു ബിഹേവിയർ ആയിട്ട് മാറുകയും ചെയ്യുന്നതാണ്. ഇപ്പോൾ കുട്ടികളൊക്കെ ആ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയും പിന്നെ അത് ആ ഒരു ഡിസോർഡറായിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ദെൻ നെക്രോഫീലിക് ഡിസോർഡർ. നെക്രോഫീലിക് എന്ന് പറയുന്നത് വളരെ റെയറാവാനൊരു കാരണം കൂടെ ഉണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഡെഡ് ബോഡീസിനോടാണ് ഇവർക്ക് ഒരു സെക്ഷൽ അറൗസൽ ഉണ്ടാവുന്നത്. ജീവനുള്ള ആളുകളോടോ അല്ലെങ്കിൽ വേറെ വസ്തുക്കളോടോ ഒന്നുമല്ല, മരിച്ചുപോയ ആൾക്കാർ, ഈ ശവശരീരങ്ങളോടൊക്കെ ഒരു താല്പര്യം, സെക്ഷൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുന്നു.
അപ്പോൾ ഇത് ഭയങ്കര അതിശയം ഉണ്ടാക്കുന്ന ഒരു ഡിസോർഡറും കൂടിയാണ്. നമ്മൾ മേ ബി കേട്ടിട്ടൊന്നും ഉണ്ടാവാത്ത കാര്യമായിരിക്കാം ഇത്. അപ്പോൾ ഇതിൽ 3 ടൈപ്സാണുള്ളത്. ഹോമിസൈഡൽ നെക്രോഫീലിയ, റെഗുലർ നെക്രോഫീലിയ, ഫാൻറ്റസൈസ്ഡ് നെക്രോഫീലിയ. അപ്പോൾ ഈ ഒരു ഡിസോർഡർ ഉള്ള ആളുകൾ എങ്ങനെയെങ്കിലും എന്താ പറയുക, ഡെഡ് ബോഡീസിനെ കണ്ടുപിടിക്കാൻ നോക്കും. അതല്ലെങ്കിൽ എവിടെയാണോ ഡെഡ് ബോഡീസ് കിട്ടുക അത് അവൈലബിൾ ആയിട്ടുള്ളിടത്തുനിന്ന് അവർ ആ ഡെഡ് ബോഡി കളക്ട് ചെയ്യുക, എന്നിട്ട് അതിനെ സെക്ഷലി ഉപയോഗിക്കുക, അതിലവർക്ക് ഭയങ്കര പ്ലഷർ കിട്ടുക. ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു നെക്രോഫീലിയ നടക്കുന്നത്, അല്ലെങ്കിൽ നെക്രോഫീലിക് ആയിട്ടുള്ളവർ ആക്ട് ചെയ്യുന്നത്. ഇതും അൺഎത്തിക്കലാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അത്ര റെയറായിട്ടേ കേട്ടിട്ടുള്ളൂ എന്ന് പറയാൻ കാരണം, അല്ലെങ്കിൽ ഇത് നടക്കാത്തത് കൊണ്ടല്ല, പക്ഷേ ഡെഡ് ബോഡീസ് ആണല്ലോ. അപ്പോൾ അവർ കംപ്ലൈൻറ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ അറിയാൻ റിപ്പോർട്ട് ചെയ്യപ്പെടാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഡെഡ് ബോഡീസ് ആയതുകൊണ്ട് കംപ്ലൈൻറ്റ് പോകാനുള്ള ചാൻസ് കുറവാണ്. അതുകൊണ്ട് തന്നെ അത് ആളുകൾ അറിയാതെ പോവാം. ഓക്കെ, അപ്പോൾ ഇതിൽ റെഗുലർ നെക്രോഫീലിയ എന്ന് പറയുന്നത് നമ്മൾ ഡെഡ് ബോഡീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും പ്രൊഫഷൻസ് തിരഞ്ഞെടുക്കും. ഇപ്പോൾ സെമിത്തേരിയിൽ ജോലി, അല്ലെങ്കിൽ മോർച്ചറിയിൽ നിൽക്കുക, അത്തരം ജോലികൾ സെലക്ട് ചെയ്യുകയും എന്നിട്ട് അവിടെ നിന്ന് ഡെഡ് ബോഡീസ് കളക്ട് ചെയ്ത് അതിനെ യൂസ് ചെയ്യും. അതിനെയാണ് റെഗുലർ നെക്രോഫീലിയ എന്ന് പറയുന്നത്. ഡെഡ് ബോഡി എവിടെ നിന്നാണോ കിട്ടുക അത്തരം ജോലികൾ ചൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഡെഡ് ബോഡീസിനെ ഉപയോഗിക്കുന്നതാണ് റെഗുലർ നെക്രോഫീലിക് ആയിട്ടുള്ളവർ ചെയ്യുന്നത്. രണ്ടാമത്തേതാണ് ഹോമിസൈഡൽ നെക്രോഫീലിയ. ഹോമിസൈഡൽ നെക്രോഫീലിയ എന്ന് വെച്ചാൽ ഇപ്പോൾ എവിടെ നിന്നും ഡെഡ് ബോഡീസ് കിട്ടാനില്ലെങ്കിൽ കൂടെയുള്ള ആളുകളെ കൊന്നിട്ടായാലും കൊന്നിട്ട് ആ ബോഡി ഉപയോഗിച്ച് അവർ സെക്ഷൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെടും. അതാണ് ഹോമിസൈഡൽ നെക്രോഫീലിയ. ലാസ്റ്റ് വൺ ഫാൻറ്റസൈസ്ഡ് നെക്രോഫീലിയ. ഫാൻറ്റസൈസ്ഡ് എന്താണെന്ന് വെച്ചാൽ കൂടെയുള്ള ആൾ ആരാണോ കൂടെ പാർട്ട്ണർ ആരാണോ അവർ മരിച്ചതാണ് എന്ന് ഇമാജിൻ ചെയ്തിട്ട്, ഇത് ഡെഡ് ബോഡി ആണെന്ന് ഇമാജിൻ ചെയ്തിട്ട് ആ ഒരു ആക്ട്സും കാര്യങ്ങളും ചെയ്യും. അതാണ് ഫാൻറ്റസൈസ്ഡ് നെക്രോഫീലിയ. അപ്പോൾ 3 ടൈപ്സാണുള്ളത്: ഹോമിസൈഡൽ, റെഗുലർ, ഫാൻറ്റസൈസ്ഡ്. അപ്പോൾ ഈ 3ലും ഹോമിസൈഡൽ ആണെന്നുണ്ടെങ്കിൽ കൂടെയുള്ള ആരാണോ അയാളെ കൊന്നിട്ട് ആ ഒരു ആക്ടിവിറ്റീസിൽ ഏർപ്പെടും. റെഗുലർ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എവിടെ നിന്നാണോ ഡെഡ് ബോഡി കിട്ടുക അത്തരം ജോബുകൾ തിരഞ്ഞെടുക്കുകയും അവരാരും അറിയാതെ ആ ഒരു ഡെഡ് ബോഡീസ് കളക്ട് ചെയ്തിട്ട് അവരെ ഉപയോഗിക്കുകയും ചെയ്യും. പിന്നെ ഫാൻറ്റസൈസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ആരെയും കൊല്ലുകയും അല്ലെങ്കിൽ മരിച്ച ആളുകളെ യൂസ് ചെയ്യുകയൊന്നുമില്ല. കൂടെയുള്ള ആൾ മരിച്ചതാണെന്ന് ഇമാജിൻ ചെയ്തിട്ട് അവർ ആ ഒരു സെക്ഷൽ ആക്ടിവിറ്റീസിലേക്ക് ഏർപ്പെടുന്നതിനെയാണ് ഫാൻറ്റസൈസ്ഡ് നെക്രോഫീലിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വളരെ റെയറാണ്. കേൾക്കുമ്പോൾ ഭയങ്കര വിയേർഡായിട്ടൊക്കെ നമുക്ക് തോന്നാം, പക്ഷേ ഇത്തരത്തിലുള്ള ഡിസോർഡേഴ്സും ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കാം. ഈ ഒരു ഡിസോർഡറും മെയിൽസിലാണ് കൂടുതലും കാണപ്പെടുന്നത്, ഫീമെയിലിനേക്കാളും. then ഈ ഒരു ഡിസോർഡറൊക്കെ ഉണ്ടാവാനുള്ള കാരണം എന്താണ്, ആൻഡ് അതെങ്ങനെ നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാം, ആ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ കോസസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ സൈക്കോളജിസ്റ്റുകൾ ഇതിൽ പല കാരണങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഒരു കാരണമാണ് കണ്ടീഷനിങ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിഹേവിയറിസ്റ്റുകൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കണ്ടീഷൻഡ് ആവുന്നതുകൊണ്ട്, അതായത് ആദ്യമായിട്ട് നമ്മൾ ആ ഒരു ബിഹേവിയറിൽ ഏർപ്പെട്ടു, അതായത് അറിയാതെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു, അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ നമ്മളൊരു അബ്നോർമലായിട്ടുള്ള ഒരു സെക്ഷൽ ബിഹേവിയർ കാണിച്ചു. അല്ലെങ്കിൽ ഫെറ്റിഷിസം ആവാം, പ്രൊട്ടിയോറിസ്റ്റിക് ആവാം, വോയൂറിസ്റ്റിക് ആവാം, ഏതെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ നമ്മൾ ഏർപ്പെട്ടു. ആ ഏർപ്പെട്ട സമയത്ത് നമുക്കൊരു സന്തോഷം കിട്ടി, ഒരു സെക്ഷൽ പ്ലഷർ കിട്ടി. അതാരും അറിഞ്ഞില്ല, അല്ലെങ്കിൽ ആരും അത് സ്റ്റോപ്പ് ചെയ്യിച്ചില്ല.
അപ്പോൾ ഇവരിത് പിന്നെയും പിന്നെയും ഇത് റിപ്പീറ്റ് ചെയ്ത് അവരുടെ ആ ഒരു ബിഹേവിയറായിട്ട് മാറും. അതിനെയാണ് നമ്മൾ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കണ്ടീഷനിങ്ങിലൂടെയും ആവാം. ഒരു കാരണം പറയുന്നത് അതാണ്, ഈ പാരാഫീലിക് ഡിസോർഡർ ഉണ്ടാവാനുള്ള ഒരു മെയിൻ കാരണം ഒന്നാമത് കണ്ടീഷനിങ് ആവാം. പിന്നെ മെൻ്റൽ ട്രോമാസ്, എന്തെങ്കിലും ചെറുപ്പത്തിൽ എന്തെങ്കിലും അബ്യൂസ്, സെക്ഷൽ അബ്യൂസ് നേരിട്ടിട്ടുള്ളവർ, എന്തെങ്കിലും മെൻ്റൽ ട്രോമ ഉള്ളവർ, ഇവർക്കൊക്കെ ഈ ഒരു ഡിസോർഡർ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ബ്രെയിൻ അബ്നോർമാലിറ്റീസ് പറയുമ്പോൾ ബ്രെയിനിൻ്റെ ടെമ്പോറൽ ലോബിനുണ്ടാവുന്ന ചെറിയ ക്ഷതങ്ങൾ, ടെമ്പോറൽ ലോബിനുണ്ടാവുന്ന പ്രശ്നങ്ങൾ, അത് കാരണവും പാരാഫീലിയ ഉണ്ടാവാം. പിന്നെ നമ്മൾ ഹോർമോണൽ ഇംബാലൻസസ്, അതുപോലെ ജനറ്റിക്കലിയും ഇത് വരാം. നമ്മളെ പാരമ്പര്യമായിട്ട് നമ്മളെ കുടുംബത്തിൽ ആർക്കെങ്കിലും, നമ്മുടെ ഫസ്റ്റ് നമ്മളെ ബ്ലഡ് റിലേറ്റീവ്സിന് ആർക്കെങ്കിലും ഈ ഒരു ഡിസോർഡർ ഉണ്ടെങ്കിൽ, ഒന്നെങ്കിൽ അച്ഛനോ അമ്മയ്ക്കോ മക്കൾ സഹോദരങ്ങൾക്കോ ആർക്കെങ്കിലും ഈ ഒരു ഡിസോർഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പാരമ്പര്യമായിട്ട് വരാം. ഓക്കെ. പിന്നെ ഇതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഈ ഡിസോർഡേഴ്സൊക്കെയും നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. അതിൽ മെയിനായിട്ടുള്ള ഒരു തെറാപ്പിയാണ് CBT, കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറപ്പി. പിന്നെ മരുന്നുകൾ ഉപയോഗിക്കുക, അതുപോലെ ഗ്രൂപ്പ് തെറപ്പി. ഇതിൽ ഞാൻ പോയിൻറ്റ്സ് കൊടുത്തിട്ടുള്ളതൊക്കെ ഓർഡർ തെറ്റിയിട്ടാണ് കിടക്കുന്നത്. ഞാൻ അയക്കുന്ന സമയത്ത് കറക്റ്റാക്കിയിട്ട് അയക്കാം കേട്ടോ. അപ്പം ഈ ഒരു തെറപ്പി കൊടുക്കുക, തെറപ്പിയുടെ കൂടെ തന്നെ മെഡിക്കേഷൻസ് ഉപയോഗിക്കുക. എത്രത്തോളം സിവിയർ ആണോ അതിനനുസരിച്ച് മരുന്നുകൾ ഉപയോഗിക്കും. അങ്ങനെയൊക്കെയാണ് ഇവരെ അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ദെൻ ഗ്രൂപ്പ് തെറപ്പി ആൻഡ് സപ്പോർട്ട് ഗ്രൂപ്പ്സ് ഉണ്ടാക്കി കൊടുക്കുക. ഇപ്പോൾ ഗ്രൂപ്പ് തെറപ്പിയൊക്കെ ചെയ്യുന്നതിലൂടെ, ഇപ്പോൾ ഒരാൾ ഈ ഒരു ബിഹേവിയർ കാണിക്കുന്ന ഒരാൾ അത് ആളുകളൊക്കെ അറിയുന്ന സമയത്ത് അവർക്കത് കുറ്റബോധവും അല്ലെങ്കിൽ നാണക്കേടും ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഗ്രൂപ്പ് തെറപ്പിയൊക്കെ കൊടുക്കുന്ന സമയത്ത് ഇതേ ഡിസോർഡർ ഉള്ള കുറേ ആളുകളാണ് ആ ഒരു ഗ്രൂപ്പിൽ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ഉണ്ടാവുമ്പോൾ ഞാൻ മാത്രമല്ല ഇങ്ങനൊരു ഡിസോർഡർ ഉള്ളത്, അല്ലെങ്കിൽ ഇങ്ങനൊരു ഡിസോർഡർ ഉണ്ട്, ഇത് പല ആളുകൾക്കും ഉണ്ട്, ഇത് ഓവർകം ചെയ്ത ആളുകളും ഉണ്ട്, അപ്പോൾ എനിക്കും പറ്റും. ആ ഒരു റിയലൈസേഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്രൂപ്പ് തെറപ്പിയൊക്കെ ചെയ്തു കൊടുക്കുന്നത്. പിന്നെ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാമിലിക്ക് സൈക്കോ എഡ്യൂക്കേഷൻ കൊടുക്കുക, സപ്പോർട്ട് ഗ്രൂപ്പ്സ് ഉണ്ടാക്കി കൊടുക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ട്രീറ്റ്മെൻറ്റ്സിൽ ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ. അപ്പോൾ ഇതിലെന്തെങ്കിലും ഡൗട്ടുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ രീതിയിലുള്ള സെക്ഷൽ ഇൻട്രസ്റ്റുകൾ കാണിക്കുന്ന എല്ലാവരും ഈ ഒരു ഡിസോർഡർ ഉള്ളവരല്ല. ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇത്തരം വിചിത്രമായ രീതിയിലുള്ള ലൈംഗിക താല്പര്യങ്ങൾ കാണിക്കും. ആൻഡ് അവർക്കും അവരുടേതായിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിക്കുന്നുണ്ടാവും. ആൻഡ് ആ ബുദ്ധിമുട്ടുകൾ അവർക്ക് സ്വയം ഫീൽ ചെയ്യുകയും അവർ തന്നെ ആ ഒരു തീരുമാനം എടുക്കുകയും ചെയ്യണം. സ്വയം ആ ഒരു കുറ്റപ്പെടുത്തൽ ഉണ്ടാവുകയും എനിക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അപ്പോൾ ആ ഒരു തോന്നൽ കാരണം അവർക്കത് മാറ്റണം, ചേഞ്ച് ചെയ്യണം, ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ഈ തോന്നൽ അവരുടെ ഉള്ളിൽ തന്നെ ഉണ്ടായെങ്കിലേ അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അല്ലാതെ മറ്റുള്ള ആളുകൾ നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയില്ല, അല്ലെങ്കിൽ ആളുകൾ ഒക്കെപ്പാടെ കൂട്ടം കൂടി നിന്ന് ഇവരെ കുറ്റപ്പെടുത്തിയിട്ടോ അങ്ങനെ കുറ്റപ്പെടുത്തി ട്രീറ്റ്മെൻറ്റിന് വിട്ടിട്ട് കാര്യമില്ല. അപ്പോൾ അവർ കാണിക്കുന്ന ആ ഒരു ബിഹേവിയർ അവർക്കും അവരുടെ ചുറ്റുമുള്ള ആ ഒരു സമൂഹത്തിനും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്നുള്ള സ്വയം തിരിച്ചറിവ് ഉണ്ടാവുകയും അവർ മാറാൻ തയ്യാറാവുകയും ചെയ്യണം, അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാനും തയ്യാറാവണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ ഒരു 6 മന്തോളം ഈ ഒരു ബിഹേവിയേഴ്സ് കാണിക്കുകയാണെങ്കിലാണ് അത് ഡിസോർഡറായിട്ട് പറയുള്ളൂ. 1-2 പ്രാവശ്യം നമ്മൾ ആ ഒരു ബിഹേവിയർ കാണിച്ചു, അങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഡിസോർഡർ ആണെന്ന് പറയില്ല. നേരെ മറിച്ച് ഈ ഒരു ബിഹേവിയർ അബ്നോർമൽ ബിഹേവിയർ ആണ്. ഇപ്പോൾ ഒരു പ്രാവശ്യം കാണിച്ചാലും 6 മന്ത് കംപ്ലീറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇത് കാണിച്ചാലും
എങ്ങനെ കാണിക്കുകയാണെങ്കിലും അത് അബ്നോർമൽ ആയിട്ടുള്ള സെക്ഷൽ ഇൻട്രസ്റ്റ് ആണ്, നോർമൽ അല്ല, അബ്നോർമലാണ്. പക്ഷേ ആ ഒരു DSM ക്രൈറ്റീരിയ പ്രകാരം 6 മാസത്തിൽ കൂടുതൽ ഇത് കാണിക്കുകയാണെങ്കിൽ ഡിസോർഡർ ആയിട്ട് പറയുള്ളൂ. എങ്ങനെ നോക്കിയാലും അബ്നോർമലാണ്, പക്ഷേ ഡിസോർഡർ ആവണമെങ്കിൽ ആ ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്യണം. അപ്പോൾ അവർക്ക് ഈ ഒരു സെക്ഷൽ ഫാൻറ്റസീസ് ഉണ്ടാവും. അതായത് ചിലപ്പോൾ അവർ എന്തെങ്കിലുമൊക്കെ ഇമാജിൻ ചെയ്ത് അതല്ലെങ്കിൽ ചില ഒബ്ജക്ട്സ് ഉപയോഗിച്ചിട്ടൊക്കെ സെക്ഷൽ ആക്ടിവിറ്റീസും കാര്യങ്ങളും ചെയ്യും. അപ്പോൾ അത് വളരെ നേരത്തെ തന്നെ കണ്ടുപിടിക്കുകയും അതിന് വേണ്ട തെറാപ്പി കൊടുക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ഓവർകം ചെയ്ത് വരാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ കോസസ് നമ്മൾ പറഞ്ഞത് മെയിനായിട്ടും ചിലപ്പോൾ ചെറുപ്പത്തിലുണ്ടാവുന്ന അബ്യൂസ് കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ഈ ഒരു പാരാഫീലിയ ഡെവലപ്പ് ചെയ്യാനുള്ള മെയിൻ റീസൺ. ഓക്കെ, അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാത്തതുണ്ടോ? എന്തെങ്കിലും ഡൗട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഇതിലേതെങ്കിലും ഡിസോർഡർ, എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ നിങ്ങൾക്ക്? ഇപ്പം ഞാൻ പറഞ്ഞതിലേതെങ്കിലും നിങ്ങൾ കണ്ടതോ കേട്ടതോ അല്ലെങ്കിൽ അറിയാവുന്ന ഏതെങ്കിലും ഡിസോർഡർ ഉണ്ടായിരുന്നോ? നിങ്ങൾക്ക് ആർക്കും ഞാൻ പറഞ്ഞ പോലത്തെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊന്നുമില്ല? ഉണ്ടോ? എക്സിബിഷനിസാ? നിങ്ങൾ അറിയാവുന്ന ആളുകളാണോ? നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്ത് എന്തെങ്കിലും സിറ്റുവേഷൻ പറയാനുണ്ടോ? ഇവൻ കോളേജിൽ പോണ ടൈമിലൊക്കെ നമ്മള് കുറച്ച് കുട്ടികൾ ബസ് കാത്തിക്കണൊക്കെ ഒരു ടൈം കുറെ കുട്ടികൾ കൂട്ടം കൂടി നിൽക്കണ സ്ഥലത്തൊക്കെ വന്ന് അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അത് ഈ പറഞ്ഞ പോലെ അറിയാത്ത ഒരാളാണ്. ഓക്കെ. എക്സിബിഷനിസം കാണിക്കുന്നവർ ചിലപ്പോ ഇതുപോലെ ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. അത് ആദ്യം ഒരു സാറ് എടുത്തോണ്ടിരുന്നത്. അപ്പൊ സാറിന് വേണ്ട ഒരു ഫീമെയിലിനെ മതി എന്ന് പറഞ്ഞിട്ടാണ് മാം എടുത്തത്. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന് ആരും എന്തോ പറഞ്ഞു കൊടുത്തായിരുന്നു, ക്ഷേത്രത്തിൽ പോകുമ്പോ നമ്മുടെ ഈ കോണകം പോലത്തെ ഡ്രസ്സ് ഇട്ടിട്ട് പോണം, അങ്ങനെ എന്തോ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് അത് ഇവിടുത്തെ വീട്ടിൽ നിന്ന് പോകുമ്പോ തൊട്ട് അത് വിട്ടിട്ടാ പോണ്ടത്. അപ്പൊ അത് നാണക്കേടല്ലേ, അത് എനിക്ക് എങ്ങനെയെങ്കിലും ആ ഒരു നാണക്കേട് മറക്കണം, എനിക്ക് ഇതിട്ടിട്ട് തന്നെ ആ ക്ഷേത്രം വരെ എത്തണം, അതുകൊണ്ട് ഞാൻ അത് വിട്ടിട്ട് ക്ലിനിക്കിലേക്ക് വരട്ടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ മാം പറഞ്ഞു, ഇത് ഞാനൊരു മെയിലിന് നിങ്ങളെ സജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട്, അപ്പൊ പറഞ്ഞു വേണ്ട മാം തന്നെ എടുത്താൽ മതി, ഞാൻ അങ്ങനെ വരട്ടെ എന്നൊക്കെ ചോദിച്ചു. പറഞ്ഞു എന്നാ നിങ്ങൾ ക്ലിനിക്കിലേക്ക് വന്ന ഇവിടെ ഞാൻ മാത്രല്ല വേറെയും കുറെ സ്ത്രീകളും കുറെ ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എന്താ അപ്പം അത്തരം കുറേ ആളുകൾ ഉണ്ടാവും, പലതരത്തിലുള്ള ചിലപ്പോൾ സിവിയർ ആയിട്ടുള്ള കേസസ് ഉണ്ടാവും, ചിലപ്പോൾ മാറ്റിയെടുക്കാൻ പറ്റാത്തവരുണ്ടാവും. ഈ ഒരു ചില ആളുകളൊക്കെ ഉണ്ടാവും, ഈ ചില സ്ത്രീകളെ കാണുമ്പോൾ അവരുമായിട്ട് ആ ഒരു സെക്ഷൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്നതൊക്കെ ഇമാജിൻ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ചിലതൊക്കെ മാറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇവരിങ്ങനെ തെറാപ്പിക്ക് വന്നുകൊണ്ടിരിക്കുകയെന്നും ഇങ്ങനെ ഇപ്പോൾ ലേഡീസാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പിന്നെ അവരുടെ അടുത്തായിരിക്കും ആ ഒരു ഇൻട്രസ്റ്റ് കാര്യങ്ങൾ വരുന്നത്, അവരെ ഇമാജിൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ അതൊക്കെ നമ്മൾ കാണാറുണ്ട്. ചിലത് മാറ്റിയെടുക്കാൻ പറ്റും, ചിലത് മാറ്റിയെടുക്കാൻ പറ്റാത്തതുണ്ടാവും. ഓക്കെ മാം, ഹലോ. പറയാം. അതുപോലെ ഞാൻ ക്ലാസ് ഫുള്ള് കേട്ടിട്ടില്ല, പക്ഷെ എനിക്ക് ഒരു ഡൗട്ട്, ഈ കുട്ടികളെ ചെയ്യുന്നുണ്ടല്ലോ ചെറിയ പിള്ളേർ, അത് ഏത് ഡിസോർഡർ ആയിട്ടാണ്? ഞാൻ മുഴുവൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല. പെഡോഫിലിക് ഡിസോർഡർ. പെഡോഫിലിക്. ഓക്കെ. അപ്പൊ അടുത്ത് കുറച്ച് മുന്നേ കുറെ ഒരു സ്ഥലത്ത് വീടിന്റെ അടുത്തുള്ള ഒരു ചെറിയ കുട്ടീനെ, അതും ആണെന്നെ ആൺകുട്ടീനെ. എത്ര വയസ്സുണ്ട് കുട്ടിക്ക്? കുട്ടിക്ക് ഒരു 4 വയസ്സ്. അത് കേസൊക്കെ ആയി ഉണ്ടായിരുന്നു.
പറഞ്ഞു വീട്ടിൽ പോയി പറഞ്ഞിട്ട് പിന്നെ കേസൊക്കെ ആയി. അപ്പോൾ ആ ഒരു 13 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ മുതിർന്ന ആളുകൾ ചെയ്യുന്നത് 13 വയസ്സിന് താഴെ. അതെ, അത് ഇപ്പോൾ ഒരു വട്ടം ചെയ്തു എന്ന് വിചാരിച്ചിട്ട് അയാൾ പെഡോഫിലിക് ആവണം എന്നില്ല. ഇങ്ങനെ കുട്ടികളെ കാണുമ്പോൾ മാത്രം അല്ലെങ്കിൽ കുട്ടികളോട് മാത്രം ഈ ഒരു സെക്ഷൽ ഇൻട്രസ്റ്റ് തോന്നിയാലാണ് അവരെ പെഡോഫിലിക് എന്ന് പറയാം. അത് തുടർച്ചയായിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയും വേണം. ഒരാളെ യൂസ് ചെയ്തു, ഒരു സാഹചര്യത്തിൽ അങ്ങനെ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് അത് ഡിസോർഡർ ആവില്ല. പെഡോഫിലിയാണ്, പക്ഷേ പെഡോഫിലിക് ഡിസോർഡർ ആവില്ല. ആ ഒരു ബിഹേവിയറാണ്. ഓക്കെ, അപ്പോൾ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അല്ലെങ്കിൽ ഓക്കെ ആണോ ക്ലാസ്സൊക്കെ? ക്ലാസ് ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ.